ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ക്രാബ് ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ക്രാബ് റോസ്റ്റിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ക്രാബ് ഫ്രൈ ചെയ്യണമെന്ന് നോക്കാം. അത് ചിക്കനൊക്കെ ഫ്രൈ ചെയ്യണ പോലെ ഫ്രൈ ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഫ്രൈ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ക്രാബൊക്കെ അതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ 1 ടീസ്പൂണ് സാധാ നമ്മുടെ എരിവുള്ള മുളക് പൊടിയും ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. നല്ല പേസ്റ്റാക്കി എടുത്താൽ തന്നെ വേണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ. അതൊരു 1/2 ടീസ്പൂണ് വീതം ചേർത്ത് കൊടുക്കട്ടോ, കൂടുതലായി പോകണ്ട. പിന്നെ ഇതിലേക്ക് കോൺഫ്ലവറാണ് ചേർത്തിട്ടുള്ളത്. ഒരു 2 ടീസ്പൂണ് കോൺഫ്ലവർ. ഇത്രേ ക്രാബ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഒരു 2 ടീസ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം അതെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടായതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ വെക്കുകയും ചെയ്യരുത്, പിന്നെ ഏറ്റവും ചെറിയ ഫ്ലെയിമിലും വെക്കരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സൈഡ് ആയതിൻ്റെ ശേഷം മറ്റേ സൈഡും മറിച്ചിട്ടും തിരിച്ചിട്ടൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാലേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിലത്തെ മീറ്റൊക്കെ ഒന്ന് കുക്കായി കിട്ടുക. അപ്പോൾ നമ്മുടെ ക്രാബ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഞണ്ട് ഫ്രൈ ചെയ്ത് കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കണം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് പച്ചമുളക് ആ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് ഉള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.